Dear students, welcome to a new class on parallel lines. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ച നിയമം ഇതാണ്. 3 or more parallel lines will divide any two lines in the same ratio. നമ്മൾ അത് തന്നെ വീണ്ടും ഉപയോഗപ്പെടുത്താൻ പോവാണ്. See, here I have drawn a triangle. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിന് പാരലായിട്ട് ഞാൻ ഈ രണ്ട് ലൈൻസിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈന് വേറെ വരയ്ക്കുകയാണ്. ഇതിന് പാരലായിട്ട് മറ്റൊരു ലൈന് ഞാൻ വരച്ചു. ഈ ലൈന് ഈ സൈഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ സൈഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിശോധന ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെ ആണോ എന്നുള്ളതാണ്. അത് നമുക്ക് റേഷ്യോസ് സെയിം ആണെന്ന് കാണാൻ പറ്റും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇഫ് യു കൺസിഡർ വൺ മോർ ലൈൻ പാരലൽ ടു ദിസ് വൺ ത്രൂ ദിസ് വെർട്ടെക്സ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും പാരലൽ ലൈൻസ് ആയി. ഇതിന് പാരലായിട്ടാണ് ഇത് വരച്ചത്, ഇതിന് പാരലായിട്ടാണ് ഈ വെർട്ടെക്സിലൂടെ വരച്ചത്. അപ്പം 3 പാരലൽ ലൈൻസ്, അതിൻ്റെ ഇടയിൽ അകപ്പെട്ട രണ്ട് ലൈൻസ്. ഇൻ വാട്ട് റേഷ്യോ ദിസ് സൈഡ് ഗെറ്റ് ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ ദിസ് സൈഡ് ഈസ് ഓൾസോ ഗെറ്റ് ഡിവൈഡഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് വരച്ച ലൈന് ഈ സൈഡിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തത് അതേ റേഷ്യോയിൽ ഈ സൈഡിനെയും ഡിവൈഡ് ചെയ്യും. Okay, that means the line drawn parallel to one side of a triangle will divide the other two sides in the same ratio. That is the result we have obtained from this much discussion. You can draw such a figure and this note in your notebook. After having drawn such a figure, you can write down there this one there. The line drawn parallel to one side of a triangle will divide the other two sides in the same ratio. ഒരു ട്രയാങ്കിളിൻ്റെ ഏത് സൈഡിന് പാരലായിട്ടും നമ്മൾ ഇതിനെടുത്തുള്ളൂ. ഇതിന് പാരലായിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈന് ഈ സൈഡിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിലായിരിക്കും ഇവിടെയും ഡിവിഷൻ നടന്നിട്ടുണ്ടാകുക. The line drawn parallel to one side of a triangle will divide other two sides in the same ratio. Okay, first write down this one in your notebook. ഇനി ഇതേപോലെ മറ്റൊരു നിയമം ഉണ്ടാക്കാം. ശ്രദ്ധിക്കുക, ഇതേ ട്രയാങ്കിൾ തന്നെ വീണ്ടും ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൽ ഞാനൊരു നിശ്ചിത റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യാണ്. എ പോയിന്റ് ഈസ് ദർ ഹിയർ മാർക്ക്ഡ് ആൻഡ് ഇറ്റ് ഡിവൈഡ് ദാറ്റ് ലൈൻ ഇൻ എ പർട്ടിക്കുലർ റേഷ്യോ. അതേപോലെ ഈ സൈഡിലും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന അതേ റേഷ്യോ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യണം, ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും. അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു പർട്ടിക്കുലർ റേഷ്യോ, ഫോർ എക്സാമ്പിൾ ആയിട്ട് 1:2. ഇവിടെ ഒരു ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ 1 പീസ് ഇവിടെയും 2 പീസ് ഇവിടെയും ആക്കുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തു. എന്നപോലെ ഇവിടെ ഇഫ് ദിസ് വൺ ഈസ് മേഡ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്, 1 പാർട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ ആൻഡ് ദി 2 പാർട്സ് ആർ ലെഫ്റ്റ് ദർ. അങ്ങനെയുള്ള രണ്ട് പോയിന്റ്സ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ലെറ്റ് ദിസ് പോയിന്റ് ഡിവൈഡ് ദിസ് ലെങ്ത് ഇൻ ദി റേഷ്യോ A:B, ലൈക്ക് ദറ്റ് ദിസ് പോയിന്റ് ഓൾസോ ഡിവൈഡ് ദിസ് ലൈൻ ഇൻ ദി റേഷ്യോ A:B. നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈച്ച് ദീസ് 2 പോയിന്റ്സ് ഡിവൈഡ് ദി കറസ്പോണ്ടിങ് സൈഡ്സ് ഇൻ ദി സെയിം റേഷ്യോ. ഇവ നിൽക്കുന്ന ഓരോ സൈഡിനെയും ഏത് സൈഡിലാണ് ഇവ നിൽക്കുന്ന ആ സൈഡിനെ ഒരു A:B എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണ്. ഇഫ് യു ഡ്രോ എ ലൈൻ ജോയിനിങ് ദീസ് 2 പോയിന്റ്സ്, സീ വി വിൽ ഗെറ്റ് സച്ച് എ ലൈൻ. നമ്മൾ ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട രീതിയിലൊരു ലൈൻ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ലൈന് ഇതിന് പാരലായിരിക്കുമോ എന്നുള്ളതാണ്. തിരിച്ചങ്ങോട്ട് പറയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്കറിയാം, നമ്മളിപ്പോൾ പാരലാണോ എന്നൊന്നും ചിന്തിക്കേണ്ട, ഈ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അതായത് ഇതിന് പാരലായിട്ട് ഇതിനെ ഒരു A:B, ഒരു 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നൊരു പോയിന്റിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എങ്ങനെ ഇതിന് പാരലായിട്ട് ഈ പോയിന്റ് എന്ത് ചെയ്യുന്നു? 1:2 അല്ലെങ്കിൽ ഒരു A:B എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നൊരു പോയിന്റാണ്. അപ്പോൾ ഇതിന് പാരലായിട്ട് ഇതിലൂടെ വരച്ചതുണ്ടെങ്കിൽ ദാറ്റ് ലൈൻ ഓൾസോ ഡിവൈഡ് ദിസ് ലൈൻ ഇൻ ദി സെയിം റേഷ്യോ. ഇതിന് പാരലായിട്ട് വരക്കണ ലൈനൊക്കെ ഓപ്പോസിറ്റ് സൈഡിനെയും അതേ റേഷ്യോയിൽ, ഇവിടെ എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് അതേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എത്തിച്ചേരുന്നത് 1:2 ആക്കുന്ന പോയിന്റിലാണ്. വേറെ രീതി പറഞ്ഞാൽ A:B എന്നാക്കി നിർത്തുന്ന പോയിന്റിലൂടെ തന്നെ ആയിരിക്കണം ഈ പാരലൽ ലൈൻ പാസ് ചെയ്യേണ്ടത്. അപ്പം
അങ്ങനെയുള്ള പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ ലൈന് ഇതിന് പാരലലായിരിക്കണം. തിരിച്ചങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇഫ് വി ജോയിൻ two points on each side of a triangle such that they divide each side in the same ratio, at that time the line joined should be parallel to third side. അതാണ് അടുത്ത നിയമം. The line joining two points on each side of a triangle which divide those sides in the same ratio will be parallel to third side. Let us write that one. The line joining two points on two sides of a triangle which divide each side in the same ratio. ഈ രണ്ട് പോയിന്റിനെ പറ്റിയാണ് പറയുന്നത്. They lies on each side and they divide each side in this ratio, in the same ratio, and the line joining the two points will be parallel to third side. You can draw such a figure and this explanation or this note there in your notebook. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്തു. അപ്പം ഈ കാര്യവും നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. Now let us form one more idea like this. See the figure and read the question. Here a triangle is there. In the figure, midpoints of each side of a triangle are joined. Just consider these are the midpoints of the triangle and they are joined. Prove that all the triangles are equal. We see here 4 triangles. We need to prove all they are equal, mean their sides are all equal. അത് നമ്മൾ ഈ രണ്ട് സ്മോളർ ട്രയാങ്കിൾ എടുത്താൽ മതി. ഈ രണ്ട് സ്മോളർ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറഞ്ഞ് വെച്ചാൽ മതി. ഹൗ ക്യാൻ വി പ്രൂവ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പം നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങനെ പേര് കൊടുക്കാം. ആൻസർ ചെയ്യാണ്. ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ലെറ്റ് എ ബി സി ബി ദി ട്രയാങ്കിൾ ആൻഡ് പി ക്യു ആർ ബി ദി മിഡ് പോയിന്റ്സ്. നമുക്ക് ആദ്യം ആ കാര്യം പറഞ്ഞിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എ ബി സി ബി ദി സൈഡ്സ്, എ ബി സി ബി ദി ട്രയാങ്കിൾ ആൻഡ് പി ക്യു ആർ ബി ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി sides of the triangle. P Q R be the midpoints of the triangle. Now let us prove triangle PQR and triangle CPQ congruence. Consider these two triangles. We are going to prove that two triangles are congruent. ഇതെങ്ങനെ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം? ക്യൂ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്, ആർ എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന്, that means these 2 points divide each these two sides in the same ratio, mean this QR should be parallel to BC. Okay, QR BC ക്ക് parallel ആണ്. Okay, since Q and R are midpoints of AB and AC, QR should be parallel to BC. QR BC ക്ക് parallel ആണെന്ന് പറഞ്ഞുകൊണ്ട് QR അതിൻ്റെ ഹാഫായ BCയുടെ ഹാഫായ PC ക്ക് parallel ആകണം. ഓക്കെ, അങ്ങനല്ലേ? ക്യു ആർ ബി സിക്ക് പാരലൽ ആണെന്ന് പറഞ്ഞാൽ ബി സിയുടെ ഹാഫിനും പാരലാണ്. ക്യു ആർ ഈസ് പാരലൽ ടു ബി സി. ഓക്കെ, സിമിലർലി വി ക്യാൻ പ്രൂവ് പി ആർ പാരലൽ ടു എ സി. പി ആർ എ സിക്ക് പാരലാണ് എന്നുള്ളതുകൊണ്ട് പി ആർ ക്യു സിക്ക് പാരലാണ്. അവിടെ നമുക്ക് ക്യു സിക്കും പാരലാണ്. ഇവിടെ ക്യു സി എന്ന് കൊടുക്കാം. നമുക്ക് ക്യു സി, ലെറ്റ് ഇറ്റ് ബി ക്യു സി. അങ്ങനെ സംഭവിക്കണം അല്ലേ? അത് ഇവിടെ പറഞ്ഞ പോലെ പി ആർ എ സിക്ക് പാരലാണ്, അതുകൊണ്ട് പി ആർ അതിൻ്റെ പീസായ ക്യു സിക്കും പാരലാണ്. ഇപ്പം എന്താ സംഭവിച്ചത്? പി സി ഈസ് പാരലൽ ടു ക്യു ആർ ആൻഡ് പി ആർ ഈസ് പാരലൽ ടു സി ക്യു എന്നല്ല നമ്മൾ പറഞ്ഞു വെച്ചത്. അങ്ങനെ ആയതുകൊണ്ട് പി സി ക്യു ആർ ഒരു പാരലലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ മീൻ ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. പി സി ക്യു ആർ പാരലോഗ്രാണ്. ഇത് പാരലോഗ്രാണെന്ന് പറയുമ്പോൾ ഒരു പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം പി സി ഈക്വൽ ടു ക്യു ആർ, പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിൻസ് ദിസ് വൺ ഈസ് നൗ turned as a parallelogram, we see opposite angles of a parallelogram are equal, mean when we consider these two triangles PC and QR are equal, PR equal to QC.
ആൻഡ് പി ക്യു ഈസ് കോമൺ ഫോർ ബോത്ത് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ത്രീ സൈഡ്സിന് ഈക്വൽ ആണ് ഇതിൻ്റെ ത്രീ സൈഡ്സ് എന്ന് വന്നു. ബിക്കോസ് പി സി ഈക്വൽ ടു ക്യു ആർ, പി ആർ ഈക്വൽ ടു സി ക്യു ആൻഡ് പി ക്യു ഈസ് കോമൺ. ദെൻ ഇൻ ദാറ്റ് വേ ദി ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് വന്നു കഴിഞ്ഞു. ഇതേപോലെ ഇതിന് ഈക്വലാണ് ഈ ട്രയാങ്കിൾ എന്ന് മനസ്സിലായ പോലെ ഇതിന് ഈക്വലാണ് ഈ ട്രയാങ്കിൾ എന്നും ഇതിന് ഈക്വലാണ് ഈ ട്രയാങ്കിൾ എന്നും നമുക്ക് കാണാൻ കഴിയും. സിമിലർലി വി ക്യാൻ പ്രൂവ് ഓൾ അതർ ട്രയാങ്കിൾസ് ആർ ഈക്വൽ വിത്ത് ട്രയാങ്കിൾ പി ക്യു ആർ. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിനുള്ള പ്രൂഫോടായി കഴിഞ്ഞു. പ്രൂവ് ദാറ്റ് ഓൾ ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്നുള്ളത് പ്രൂഫോടായി. ഓക്കെ, ഈ ട്രയാങ്കിൾസിന് ഈക്വലാണ് എല്ലാ സ്മോളർ ട്രയാങ്കിൾ. ഈ 4 ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ, ഈ 4 സ്മോളർ ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ 4ഉം കൂടി ചേർന്നാൽ ഈ ഫുൾ ട്രയാങ്കിളായി. ഓരോന്നും ഈക്വൽ ആണ്. അപ്പോൾ ഓരോ ട്രയാങ്കിളിനും കിട്ടുന്നത് എന്താ? 1/4 ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ഉള്ളിലുള്ള ഈ ട്രയാങ്കിൾ പറയുകയാണെങ്കിൽ അതെല്ലാത്തിനും ഈക്വൽ ആണ്. ദാറ്റ് ട്രയാങ്കിൾ വിൽ ബി 1/4 ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാകാണ്. വെൻ ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ജോയിൻഡ്, ദി ട്രയാങ്കിൾ ഒബ്റ്റെയിൻഡ് വിൽ ബി 1/4 ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ എന്നുള്ളതും ഇവിടെ മനസ്സിലായി. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കത് മനസ്സിലാക്കണം. ചില പ്രോബ്ലത്തിൽ അത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ നമുക്ക് മനസ്സിലായ മറ്റൊരു സംഗതിയാണ്, ശ്രദ്ധിക്കുക. ഈ ക്യു ആർ പാരലൽ ടു ബി സി ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പി സി ക്യു ആർ പാരലോഗ്രാം ആണെന്ന് പറഞ്ഞു. ദെർഫോർ ക്യു ആർ ആൻഡ് പി സി ആർ ഈക്വൽ. ക്യു ആറും പി സിയും ഈക്വൽ ആണ്. ഈ പി സി എന്ന് പറയുന്നത് ബി സിയുടെ ഹാഫാണ്. ബി സിയുടെ ഹാഫാണ് പി സി. ഓക്കെ, എന്താ പറയുന്നത്? ക്യു ആർ ഈക്വൽ ടു പി സി ആൻഡ് ദാറ്റ് പി സി ഈസ് ഹാഫ് ഓഫ് എ ബി എന്ന് നമുക്ക് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? നമുക്ക് മനസ്സിലാവുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യിപ്പിക്കണ ഈ ലൈന് ഇത്ര ലെങ്ത്തിൻ്റെ, ഇതിന് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഇത്ര ലെങ്ത്തിൻ്റെ ഹാഫാണ് ഇതിന് കിട്ടുക. ഈ പി സി എന്ന് പറയുന്ന ലെങ്ത്തും ക്യു ആർ എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആണെന്ന് പറയണോട്ട് പി സി ബി സിയുടെ ഹാഫാണ്. അപ്പം രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന ലൈന് ഈ തേർഡ് സൈഡിൻ്റെ ഹാഫാണ് എന്ന് മനസ്സിലായി. ഏത് ട്രയാങ്കിളിലും ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന ലൈന് തേർഡ് സൈഡിൻ്റെ ഹാഫാണ് എന്നുള്ളതും കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അത്രയും കൂടി നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് ബാക്കി വിശദീകരിച്ചത്. ദി ഫിഗർ ക്യു ആർ ഈക്വൽ ടു പി സി ആണ്. ദാറ്റ് ഈസ് ക്യു ആർ ഈസ് ഹാഫ് ഓഫ് ബി സി ആണ്. The line joining midpoints of two sides of a triangle will be parallel to the third side and half of the third side. അത് നമ്മോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചതല്ല, but it is a very important result. As we have discussed these much things, this one also we understand from this figure. And so, if you are asked to prove line joining midpoints of two sides of a triangle will be parallel to third side and half of the third side, if it is parallel to third side നമുക്ക് നേരത്തെ മനസ്സിലായതാണ്, ഇപ്പൊ ഹാഫ് ആണെന്ന് കൂടി മനസ്സിലായി. അപ്പം ഇതാണ് ചോദിച്ചത് എങ്കിൽ ഫോർ ദാറ്റ് വൺ ഓൾസോ ദീസ് ആർ ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. അപ്പോൾ ഇതിനും ഉള്ള ആൻസർ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഈ ചോദ്യവും ഈ ഫിഗറും ഈ വിശദീകരണവും നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, ഹൗ ടു ഡൺ. നൗ ലെറ്റ് us make another result. See the figure. എ ട്രയാങ്കിൾ ഈസ് ദർ. ഈ ട്രയാങ്കിളിൻ്റെ ഈ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു എന്ന് സപ്പോസ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു എന്ന് സപ്പോസ് ചെയ്യുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ആൾട്ടിറ്റ്യൂഡ്സ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം ഈ തേർഡ് വെർട്ടെക്സിൽ നിന്നും ഇനി ഒരു ആൾട്ടിറ്റ്യൂഡ് കൂടി വരക്കാനുണ്ട്. ആ വരച്ച് വെക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ഈസ് ഗോയിങ് ടു through the same point where the other two altitudes meet. മറ്റ് രണ്ട് ആൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്ത പോയിന്റിൽ കൂടെ തന്നെ ആയിരിക്കും തേർഡ് വെർട്ടെക്സിൽ നിന്ന് വരച്ച ആൾട്ടിറ്റ്യൂഡും പാസ് ചെയ്യുക എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. വി വിൽ പ്രൂവ് ദി തേർഡ് ആൾട്ടിറ്റ്യൂഡ് ഓൾസോ വിൽ പാസ് ത്രൂ ദി സെയിം പോയിന്റ് വേർ ദി അതർ ടു ആൾട്ടിറ്റ്യൂഡ്സ് മെറ്റ്. നമ്മളിവിടെ അതിൽ ചെയ്യണത് ഇതിന് പാരലായിട്ട്, ഈ സൈഡിന് പാരലായിട്ട് ഈ വെർട്ടെക്സിലൂടെ ലൈൻ വരയ്ക്കുക.
ഈ സൈഡിന് പാരലായിട്ട് ഈ വെർട്ടെക്സിലൂടെ ലൈൻ, ഈ സൈഡിന് പാരലായിട്ട് ഈ വെർട്ടെക്സിലൂടെ ലൈൻ, അങ്ങനെ 3 ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സച്ച് എ ട്രയാങ്കിൾ. എങ്ങനെ കിട്ടിയത്? ഇതിന് പാരലായിട്ട് ഇതിലൂടെ, ഇതിന് പാരലായിട്ട് ഈ വെർട്ടെക്സിലൂടെ, ഇനി ഇതിന് പാരലായിട്ട് ഈ വെർട്ടെക്സിലൂടെ ലൈൻസ് വരച്ചപ്പോൾ ഒരു വലിയ ട്രയാങ്കിൾ കിട്ടി. ഇനീഷ്യൽ ട്രയാങ്കിളിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും എ ബി സി ബി ദി ഇനീഷ്യൽ ട്രയാങ്കിൾ. എ ബി സി ബി ദി ഇനീഷ്യൽ ട്രയാങ്കിൾ ആൻഡ് പി ക്യു ആർ ബി ദിസ് ട്രയാങ്കിൾ. പി ക്യു ആർ ബി ദി ട്രയാങ്കിൾ obtained. Now let AM is perpendicular to BC and here it is BN are the perpendiculars, and where the altitudes meet we call it is by the point O. നമുക്ക് ഇനി പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ പറയാം, ശ്രദ്ധിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിയിൽ നിന്ന് വരക്കാനുള്ള പെർപെൻഡിക്കുലറും എ ബിയിലേക്ക് വരക്കാനുള്ള പെർപെൻഡിക്കുലറും ഓയിലൂടെ പാസ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത് എങ്ങനെ ചെയ്യാം? നമുക്ക് ഇതിൻ്റെ പ്രൂഫ് എക്സാമിന് ചോദിക്കാറില്ല. ആൻഡ് സോ യു നീഡ് നോട്ട് ടു റൈറ്റ് ദി പ്രൂഫ്. അതുകൊണ്ട് എല്ലാ സ്റ്റെപ്സും ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. സി, എ ബി സി ആർ ഒരു പാരലോഗ്രാണെന്ന് പറയാം. എ ബി സി ആർ ഇസ് എ പാരലോഗ്രാം. എ ബി സി ആർ പാരലോഗ്രാമാണ്. എന്തുകൊണ്ടാണ് എ ബി സി ആർ പാരലോഗ്രാം ആവുന്നത്? എ ബി സി ആർ ഇസ് എ പാരലോഗ്രാം. എ ബി സി ആർ പാരലോഗ്രാം ആവണ എന്താ? ബി സിക്ക് പാരലായിട്ടാണ് നമ്മൾ ഈ ലൈന് വരച്ചിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ബി സിക്ക് പാരലാണ് എ ആർ എന്ന പോലെ എ ബിക്ക് പാരലായിരിക്കും സി ആർ. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണെന്നുള്ളതിനാൽ എ ബി സി ആർ പാരലോഗ്രമായി മാറി. അതുകൊണ്ട് നമുക്ക് എഴുതാം ബി സി ഈസ് ഈക്വൽ ടു എ ആർ എന്ന് എഴുതാം. ബി സിക്ക് പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ബി സി എ ആറിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി. എന്ന പോലെ പി ബി സി എ, ഒന്നുകൂടെ പി ബി സി എ എന്ന് പറയുന്നതും പാരലോഗ്രമാണ്. പി ബി സി എ ഈസ് എ പാരലോഗ്രാം. പി ബി സി എ ഈസ് എ പാരലോഗ്രാം. പാരലോഗ്രാം എന്തുകൊണ്ടാണ് അത് പാരലോഗ്രമാണ്? ഇതേ കാരണത്താൽ, ബിക്കോസ് എ സിക്ക് പാരലായിട്ടാണ് നമ്മൾ പി ആർ വരച്ചിരിക്കുന്നത്. ദെയർഫോർ ബി സി ഈസ് പാരലൽ ടു പി എ. സിമിലർലി എ സി ഈസ് പാരലൽ ടു പി ബി. അതുകൊണ്ട് നമുക്ക് പറയാം ബി സി ഈസ് ഈക്വൽ ടു, പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ബി സി ഈസ് ഈക്വൽ ടു പി എ എന്ന് പറയാം. ബി സി പി എക്ക് ഈക്വൽ ആണ്. ബി സി പി എക്ക് ഈക്വൽ ആണ്. ഇപ്പം എന്താണ് മനസ്സിലായത്? ബി സിക്ക് ഈക്വൽ ആണ് എ ആർ എന്ന് ഒരിക്കൽ പറഞ്ഞു. ഇപ്പോൾ പറയാണ് ബി സിക്ക് ഈക്വൽ ആണ് പി എ എന്ന് പറഞ്ഞാൽ എ സി ആറും പി എയും ബി സിക്ക് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഈ രണ്ട് എ ആറും പി എയും ഈക്വൽ ആണ് എന്ന് വരും. എ ആറും പി എയും ഈക്വൽ ആണെന്ന് പറയണോണ്ട് എ ആർ ഈസ് ഈക്വൽ ടു പി എ എന്ന് പറയണോണ്ട് എ ഈസ് ദി മിഡ് പോയിന്റ് എന്നായി. എ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് പി ക്യു എന്നായി. സോറി, പി ആർ എന്നായി. എ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് പി ആർ. എ പി ആറിൻ്റെ മിഡ് പോയിന്റ് ആണെന്ന് എത്തി. എന്ന പോലെ വി ക്യാൻ ടെൽ ബി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് പി ക്യു എന്നെത്തും. എന്ന പോലെ സി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ക്യു ആർ എന്നും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തത് എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് ഇവിടെ 90 ഡിഗ്രി ആയിട്ട് ബി സിക്ക് പാരലായിട്ടാണ് പി ആർ ഉള്ളത്. ബി സിക്ക് പാരലായിട്ടാണ് പി ആർ ഉള്ളത്. അതുകൊണ്ട് ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് പി ആറിനും പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ? ബി സിക്ക് പാരലായിട്ടാണ് പി ആർ ഉള്ളത് എങ്കിൽ ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരച്ച ലൈന് എ എം പി ആറിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം, അല്ലേ? ബി സി പാരലൽ ടു പി ആർ എന്നുണ്ട്. മാത്രമല്ല എ എം പെർപെൻഡിക്കുലർ ടു ബി സി എന്നുണ്ട്. ദെയർഫോർ എ എം പെർപെൻഡിക്കുലർ ടു പി ആർ എന്നും ഉണ്ടാകണ്ടേ. ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ് എ എം എന്നുണ്ടെങ്കിൽ പി ആറിന് പെർപെൻഡിക്കുലർ ആണ് എ എം എന്നർത്ഥം. അപ്പോൾ എന്താണ്? പി ആർ എന്ന് പറയുന്ന ലൈനിൻ്റെ
മിഡ് പോയിന്റ് ആണ് എ, അവിടെ വരച്ച പെർപെൻഡിക്കുലർ ആണ് എ എം എന്ന് വരും. എന്ന് പറഞ്ഞാൽ എ എം ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് പി ആർ. എ എം ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ എം എന്നാവും. സോറി, പി ആർ എന്നായി. is the perpendicular bisector of PR എന്നായി. AM, ഇത് AM ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. AM it is AM. AM എന്ന് പറയുന്നത് PR-ന്റെ മിഡ് പോയിന്റിൽ വരച്ച പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് AM is the perpendicular bisector of PR എന്ന പോലെ BN will be the perpendicular bisector of PQ എന്നായി മാറും. അപ്പം ഈ രണ്ട് സ്മോൾ ആൾട്ടിറ്റ്യൂഡ്സ്, സ്മോളർ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ആൾട്ടിറ്റ്യൂഡ്സ്, ലാർജർ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി സൈഡ്സ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി സൈഡ്സ് നമ്മൾ സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വരക്കാൻ വേണ്ടി ചെയ്തത് എന്താ? ഈ വലിയ ട്രയാങ്കിൾ PQRന്റെ സർക്കം സർക്കിൾ വരക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താ? വി നീഡ് ടു ഡ്രോ perpendicular bisectors of any two sides, they will meet at a point. ഇനി മൂന്നാമത്തെ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാലും അത് എവിടെ തന്നെ ആയിരിക്കും? മറ്റ് രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്ത പോയിന്റിൽ തന്നെ ആയിരിക്കും മീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ പിന്നെ മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ QR-ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാനുള്ളത് സിയിലാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ സിയിലാണ് വരക്കാനുള്ളത്. അത് QR വലിയ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വൺ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ബട്ട് ടു ദി സ്മോളർ ട്രയാങ്കിൾ ഇറ്റ് ഈസ് ദി ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ perpendicular bisectors of the large triangle, at the same time they are the altitudes of the small triangle. Perpendicular bisectors of a triangle will meet only at one point. അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ഈ സ്മോളർ ട്രയാങ്കിൾസിൻ്റെ ആൾട്ടിറ്റ്യൂഡ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ദി ആൾട്ടിറ്റ്യൂഡ് ദറ്റ് വി നീഡ് ടു ഡ്രോ ഫ്രം C to AB ഓൾസോ മസ്റ്റ് പാസ് ത്രൂ ദി പോയിന്റ് O. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. യു നീഡ് നോട്ട് ടു റൈറ്റ് ഇറ്റ്. ആൻഡ് സോ ലെറ്റ് us write the result. Perhaps in the problems we may be needed to apply that one, and so the result is needed for us that you can write in your notebook. Okay, and so the result is like this. See, അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ? The perpendiculars drawn from every vertex of a triangle to opposite side will meet at a single point, and so that result can be written like this in a box. You need not to write the proof, you need only to draw such a figure and this result in a box. Okay, അപ്പോൾ ഇന്ന് നമ്മൾ പ്രോബ്ലം ഒന്നും ചെയ്തിട്ടില്ല, കുറേ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുത്തു. ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത റിസൾട്ടുകളെല്ലാം നിങ്ങളുടെ നോട്ടിൽ എഴുതുക. അതിന് വേണ്ട സ്റ്റെപ്സ് നിങ്ങൾ എഴുതിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു ഓൾ.